ഇന്ന് നമുക്കൊരു ഫിഷ് മസാല കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഹമ്മൂറാണ് എടുത്തിട്ടുള്ളത്. ദശക്കട്ടിയുള്ള ഏത് മീനിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്കൊന്ന് ഫിഷിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇവ ചേർത്ത് 1 മണിക്കൂർ നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം 1 മണിക്കൂറാണ്. കൂടുതൽ സമയം വെക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഹാഫ് വേവാകുമ്പോഴേക്ക് തന്നെ നമുക്ക് മീൻ പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 5 ഏലക്ക എന്നിവ ചേർക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇവിടെ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലവണ്ണം ഈ മസാല ഈ മീനിലേക്ക് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊരു ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.